ഹലോ, നമ്മൾ ഇന്ന് ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു തുണിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ തുണി എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക. ആദ്യം നമ്മുടെ ബോഡിയുടെ വണ്ണം ഒന്ന് അളന്നു നോക്കുക. അതിൻ്റെ 1/4 ഈ ഒരു സൈഡിൽ വേണ്ടത്. ആദ്യം അതൊന്ന് അളന്നു നോക്കുക. എനിക്ക് 9.5 ഇഞ്ചാണ് വേണ്ടത്. ആദ്യം ഒന്ന് മടക്കിയിട്ടപ്പോൾ ഇത് 11 ഇഞ്ചുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ എടുത്തൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, 11 ഇഞ്ചാണ് ഉള്ളത്. അതുകൊണ്ട് ഒന്നുകൂടി എടുത്ത് നല്ലപോലെ മടക്കിയിട്ട് കൊടുത്ത് നോക്കാം. ഇപ്പോൾ നമുക്കൊന്നുകൂടി അളന്ന് നോക്കാം. ഇതിപ്പോൾ 10 ഇഞ്ചാണ് ഉള്ളത്. 10 ഇഞ്ച് വന്നാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ഷേപ്പ് അടിക്കാൻ നേരത്ത് വണ്ണം വെച്ചാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ടോപ്പിൻ്റെ ഇറക്കമാണ് നോക്കുന്നത്. അത് 19.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പ് പോകുമ്പോൾ നമുക്കൊരു 18.5 ഇഞ്ച് ഇറക്കമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് 19.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കഴുത്തിറക്കം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനായിട്ട് 4.25 ഇഞ്ചാണ് കഴുത്തിന് വേണ്ടി, അതിൻ്റെ കഴുത്തിറക്കത്തിന് വേണ്ടി ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ എന്തോരം വേണം എന്നുള്ളതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടുള്ള ആ ഒരു ഭാഗത്ത് 6 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 പോയിൻ്റ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തകലം എന്തോരം വേണം എന്നുള്ളതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഇതുപോലെ തന്നെ മുകളിലത്തെ ആ ഭാഗത്ത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിന് കഴുത്തകലത്തിന് 3.5 ഇഞ്ചാണ് കഴുത്തകലം എടുക്കുന്നത്. 3.5 ഇഞ്ച് ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് വീണ്ടും ആ പോയിൻറ്റില്ലേ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്ന് വീണ്ടും നമ്മുടെ കഴുത്തിറക്കം 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒരു ചെറിയ കർവ് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനു മുമ്പ് കണ്ടോ, ഇപ്പോൾ ഈ ഷേപ്പാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ചോക്ക് ഉപയോഗിച്ച് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കൈക്കുഴിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കൈക്കുഴി നമ്മൾ 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ആ ഷോൾഡർ മാർക്ക് ചെയ്തില്ലേ 6 ഇഞ്ച്, ആ പോയിൻറ്റിൽ നിന്ന് താഴത്തേക്ക് ഒരു 6 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിച്ചമുള്ള തുണിയില്ലേ, എന്തോരം നമ്മൾ വണ്ണം എടുത്തിരിക്കുന്ന എന്തോരം തുണിയാണോ അതിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്ത് ഒരു സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടും. എന്നിട്ട് ഒരു കർവ് വരച്ചു കൊടുക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ കർവ് ഇതുപോലെ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ചുളിവ് വരാതെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ രണ്ടും ഒരുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഫ്രണ്ട് പീസ് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് നമ്മൾ സ്ക്വയർ ഷേപ്പ് നെക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൊണ്ട് നിർത്തുമ്പോൾ കൃത്യം പോയിൻറ്റിൽ തന്നെ കത്രിക കൊണ്ട് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കഴുത്ത് ഇറങ്ങി പോവുകയോ അല്ലെങ്കിൽ കഴുത്തിന് വൃത്തികേട് വല്ലതും സംഭവിക്കും. അതുകൊണ്ട് ആ ഒരു പോയിൻറ്റിൽ തന്നെ കൊണ്ട് നിർത്തുക. എന്നിട്ട് മുകളിൽ നിന്ന് കട്ട് ചെയ്ത് വരിക. ഇപ്പം നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈക്കുഴിയാണ് കട്ട് ചെയ്യേണ്ടത്. കൈക്കുഴി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കൈക്കുഴി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ കൈക്കുഴി കട്ട് ചെയ്യുക. ചുളിവൊന്നും വരാതെ നല്ലപോലെ തന്നെ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്രയും കട്ട് ചെയ്തു. ഇനി നമുക്ക് എന്തോരം വണ്ണം വേണോ ആ ഒരു വണ്ണത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. നേരത്തെ നമ്മൾ 19.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തില്ലായിരുന്നോ, ആ മാർക്ക് ചെയ്ത പോയിൻ്റ് വരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ
പോയിൻ്റില്ലേ ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫ്രണ്ട് പീസ് കിട്ടി. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത്. നെക്ക് സ്ക്വയർ നെക്കാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കഴുത്തല്ല കൈയാണ് കട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളൊരു തുണി ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു 10 ഇഞ്ച് വണ്ണമുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇറക്കം എന്തോരം എടുത്തതെന്ന് വെച്ചാൽ 11 ഇഞ്ച് ഇറക്കമുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. മുകളിൽ നമ്മളൊരു ലൈൻ വരച്ചു കൊടുത്തിരിക്കുന്നത് വെറുതെയാണ്, തയ്യൽത്തുമ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൈൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 3.5 ഇഞ്ച് ഇതുപോലെ 2 സൈഡിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ടേപ്പ് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് വേണം ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒരു കർവ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ മുകളിലത്തെ പോയിന്റിൽ കൂടെയും ഇത് ഒരു ചേർത്ത് കർവ് വരച്ചു കൊടുക്കുക. അങ്ങനെ വെട്ടിയെടുത്തതാണ് ഒരു സ്ലീവ്. ആ ഒരു സ്ലീവ് വെച്ച് തന്നെ ഞാൻ രണ്ടാമത്തെ സ്ലീവും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോയാൽ രണ്ട് സൈസ് ഇരിക്കും. അതുകൊണ്ട് ഒരെണ്ണം വെട്ടിയെടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത സ്ലീവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പഫ് സ്ലീവാണ് ഈ ടോപ്പിന് വെച്ച് കൊടുക്കുന്നത്. കട്ട് ചെയ്ത് വെച്ച സ്ലീവ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് തയ്ക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ ലൈനിങ് പീസ് എടുക്കുക. അപ്പം എനിക്ക് സെയിം കളർ ലൈനിങ് പീസ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ തയ്ക്കാനുള്ള തുണി ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വീതിയിൽ ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ വെച്ച് വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിതുപോലെ പറ്റ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പറ്റ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തയ്യലിൻ്റെ അവിടെ വരെ ഒന്ന് കത്രിക കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കണ്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റിച്ച് ചെയ്ത അതിലോട്ട് കത്രിക കയറി പോകാതെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. കഴുത്ത് നല്ലപോലെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ചുറ്റിനും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുമ്പോൾ നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ കഴുത്ത് നല്ലപോലെ ഷേപ്പിൽ കിട്ടും. ആ ഒരു രീതിയിൽ ഒന്ന് നഖം കൊണ്ട് ഒന്ന് ഉരസി ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഏകദേശം ആ കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കഴുത്തിൻ്റെ പറ്റയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അറ്റത്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി അപ്പോൾ നമ്മുടെ കഴുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് കഴുത്ത് ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. സ്ക്വയർ നെക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇതേ ബാക്ക് നെക്ക് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അടി ഇതുപോലെ ഒന്ന് മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. കൈക്കുഴിയുടെ ആ ഭാഗം ലൈനിങ് വന്നത് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് ചീത്ത വശം അകത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ രണ്ടും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറ്റേ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല വശത്തായിരിക്കും തയ്യൽ വരുന്നത്. ഇനി ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പുറം ഭാഗം ഇതുപോലെ ഇരിക്കും. രണ്ട് ഷോൾഡറും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് വലിച്ചാലൊന്നും കീറിപ്പോകത്തില്ല, അതുപോലെ തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് സ്ലീവാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ, അതൊന്നും നിവർത്തുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇരിക്കണേ. അപ്പം നമുക്ക് മുകളിലായിട്ട് കുറച്ച് ഞൊറിവ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഇഞ്ചല്ലേ മുകളിൽ എടുത്തിട്ടുള്ളൂ, അപ്പോൾ കുറച്ച് ഞൊറിവേ വരുള്ളൂ. ഇപ്പോൾ എനിക്ക് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ അത്ര ഒരു ടോപ്പ് ആയതുകൊണ്ട് കുറച്ച് ഞൊറിവേ ഞാൻ വെക്കുന്നുള്ളൂ. ഇപ്പോൾ താഴെയും മുകളിലും ഇതുപോലെ ഞൊറിവിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് ഷോൾഡറിലേക്ക് കൂട്ടിപ്പിടിപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് പടി വെച്ച് കൊടുക്കണം. പടി വെച്ച് കൊടുക്കാനായിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ ഒരു കഷ്ണം തുണി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല വശം
പുറത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ സ്ലീവിൻ്റെ അടിഭാഗമായിട്ട്. എന്നിട്ട് അപ്പോൾ നമുക്കിങ്ങനെ മറിഞ്ഞു കിട്ടുമല്ലോ. എന്നിട്ട് വീണ്ടും ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കൈയുടെ ആ അടിഭാഗം നല്ല ക്ലീൻ ആയിട്ടിരുന്നോളും. ഇനി ഇത് ഷോൾഡറിലേക്ക് കൂട്ടി പിടിപ്പിക്കുമ്പോൾ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. സ്ലീവ് ഷോൾഡറിലേക്ക് പിടിപ്പിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി. അതാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാത്തത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ടോപ്പ് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക.